AICC ഓഫീസിലെ വന്ദേമാതരം വിവാദത്തിൽ കോൺഗ്രസിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് BJP. ചടങ്ങിനിടെ രാഹുൽ ഗാന്ധി സേവാദൾ പ്രവർത്തകരോട് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ BJP പുറത്തുവിട്ടു. ഇതല്ല ഞങ്ങളുടെ വന്ദേമാതരം എന്ന് രാഹുൽ പറയുന്നതാണ് നിഷികാന്ത് ദുബെ MP പങ്കുവച്ച ദൃശ്യങ്ങളുള്ളത്. വന്ദേമാതരത്തെ അപമാനിച്ച സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും രാജ്യത്തോട് പരസ്യമായി മാപ്പ് പറയണമെന്ന ആവശ്യവും BJP ശക്തമാക്കിയിട്ടുണ്ട്. ആദിൽ പാലോട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതിൽ ഈ സംഭവങ്ങൾ നടക്കുന്നത്, ഈ സംസാരിക്കുന്നതും ഇതല്ല ഞങ്ങളുടെ വന്ദേമാതരം എന്ന് പറയുന്ന തരത്തിലുള്ള ഈ ദൃശ്യങ്ങളും വന്ദേമാതര ആലാപനത്തിനിടയിലല്ലോ, അതിനുശേഷമല്ലേ? വന്ദേമാതരം ആലപിച്ച് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം രാഹുൽ ഗാന്ധി സേവാദൾ നേതാക്കളോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് BJP പുറത്തുവിട്ടിരിക്കുകയാണ്. നേരത്തെ വിശദീകരണമായി നൽകിയിരുന്നത് സോണിയാഗാന്ധി വന്ദേമാതരം അവസാനിപ്പിക്കാൻ ഇടയ്ക്കു കയറി പറയുകയല്ല, മറിച്ച് കുറെ നേരമായി നിൽക്കുന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെക്ക് ഒരു കസേര ഇട്ട് കൊടുക്കണം എന്ന് പറയുകയായിരുന്നു എന്നതായിരുന്നു വിശദീകരണം. ജയറാം രമേശ് അടക്കമുള്ളവർ ഈ വിശദീകരണമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയത്. പക്ഷേ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ കേൾക്കുമ്പോൾ ആ വാദം പൊളിയുന്നത് മനസ്സിലാക്കാൻ കഴിയും. വളരെ ഒരു കുപിതനായാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത്. ഇതല്ല പാർട്ടി നയം എന്ന് സേവാദൾ നേതാക്കളോട് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. വിവാദമുണ്ടായപ്പോൾ ഖർഗെ തന്നെ സോണിയാഗാന്ധിയെ അനുനയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ വേണ്ട, പിന്നീട് സംസാരിക്കാം എന്നതാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ഈ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ച ശേഷം അവിടെ നിന്ന സേവാദൾ നേതാക്കളോട്, പ്രവർത്തകരോട് രാഹുൽ ഗാന്ധി ദേഷ്യത്തോടെ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിഷികാന്ത് ദുബെ BJP MP പുറത്തുവിട്ടിരിക്കുന്നത്. സോണിയാഗാന്ധിയും ഖർഗെയും രാഹുൽ ഗാന്ധിയും രാജ്യത്തോട് മാപ്പ് പറയണം എന്നുള്ളതാണ്, പരസ്യമായി മാപ്പ് പറയണം എന്ന ആവശ്യമാണ് BJP മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വന്ദേമാതരത്തെ എന്ന് കാട്ടി ഒരു പരാതി പോലീസിൽ നൽകാനുള്ള നീക്കവും BJPയുടെ ഭാഗത്തു നിന്നുണ്ട്. നിയമ നടപടി എന്തു വേണം എന്നത് BJP തലത്തിൽ ആലോചിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപക്ഷെ BJP പ്രവർത്തകർ പരാതി നൽകാനുള്ള സാധ്യതയുണ്ട്. വന്ദേമാതരത്തെ അവഹേളിക്കുന്നതിന് 3 വർഷം തടവടക്കമുള്ള ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായി ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. പുതിയ നിയമനിർമ്മാണം ഇക്കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ ആദ്യ കേസ് എന്ന നിലയിൽ ഇത് മാറുമോ എന്നതിലാണ് പൊതുവിലൊരു ആകാംക്ഷയുള്ളത്. ഈ ആശങ്ക കോൺഗ്രസിനുമുണ്ട്. കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയെ കേസിൽ പെടുത്തുമോ എന്ന ചോദ്യം കോൺഗ്രസിലുമുണ്ട്. ഏതായാലും വലിയ വീഴ്ച, സംഘാടനത്തിലെ വീഴ്ച, ആസൂത്രണത്തിലെ പിഴവാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സേവാദൾ പുറത്തു നിന്നുള്ള ഗായക സംഘത്തെയാണ് വന്ദേമാതരം ആലപിക്കാനായി നിയോഗിച്ചിരുന്നത്. പക്ഷെ അവരോട് ഇത് പറഞ്ഞിരുന്നില്ല. 2 സ്റ്റാൻസ മാത്രം പാടിയാൽ മതി, പൂർണ്ണമായി വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഈ ഗായക സംഘത്തിന് നൽകിയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സംഘാടനത്തിലെ ഈ പിഴവാണ് വലിയ പ്രശ്നത്തിലേക്ക് പോയത്. ഏതായാലും രാഷ്ട്രീയ ആയുധമാക്കി BJP ഇത് ഉപയോഗിക്കുന്നു. ദേശീയ തലത്തിൽ വലിയ തോതിൽ ചർച്ചയാക്കുകയാണ് വിഷയം BJP. മാധു. യെസ്, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധി സേവാദൾ പ്രവർത്തകരോട് ഇതല്ല ഞങ്ങളുടെ വന്ദേമാതരം എന്ന് പറയുന്നതടക്കമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിയമ നടപടികളിലേക്ക് BJP കടക്കുമോ, സോണിയാഗാന്ധിക്കെതിരെ അടക്കം നിയമ നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ടതാണ്. അപമാനിച്ചു, പരസ്യമായി രാജ്യത്തോട് മാപ്പ് പറയണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇപ്പോൾ BJP മുന്നോട്ട് വെച്ചിരിക്കുന്നത്.